ദീർഘകാലം അങ്ങ് ദ ടെലിഗ്രാഫ് എന്ന പത്രത്തിന് വേണ്ടി പ്രവർത്തിച്ചു. 7 വർഷം അങ്ങ് അതിൻ്റെ എഡിറ്ററായിരുന്നു. മർമ്മം ഭേദിക്കുന്ന തലക്കെട്ടുകളാണ് അങ്ങയെ വളരെ പ്രശസ്തനാക്കിയതും ടാർഗറ്റ് ചെയ്യപ്പെട്ടതും. പിൽക്കാലത്ത് എഡിറ്റർ എന്ന പോസ്റ്റിൽ നിന്നും എഡിറ്റർ അറ്റ് ലാർജ് എന്ന ഒരു തസ്തിക ഉണ്ടാക്കി അതിലേക്ക് അങ്ങയെ പോസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് അങ്ങ് വിവരിച്ചത് കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷി എന്നാണ്. ആ കാലഘട്ടത്തിൽ അങ്ങേക്ക് പ്രൊഫഷണലായിട്ടും പേഴ്സണലായിട്ടും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഞാൻ എഡിറ്റർ അറ്റ് ലാർജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പണി ബെഞ്ചിലിരുത്തുക. നമ്മൾ ഈ ഫുട്ബോൾ ഇതിൽ പറയില്ലേ, ഫുട്ബോൾ കളിക്കുന്നവരിൽ ഇപ്പോൾ കോച്ചിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അയാൾ കളിയിൽ ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നില്ലെന്നുണ്ടെങ്കിൽ അവരെ ബെഞ്ചിലിരുത്തുക എന്ന് നമ്മൾ അന്ന് പണ്ട് പറയുമായിരുന്നു. അത് പിന്നീട് IT ഇൻഡസ്ട്രിയിൽ ബെഞ്ച് എന്നുള്ളൊരു വാക്ക് തന്നെയുണ്ട്. കാര്യം എക്സസീവ് വർക്ക് ഫോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അവരെ ബെഞ്ചിലിരുത്ത് ജോലി പണിയില്ലാതിരിക്കുകയാണ്. അപ്പം എഡിറ്റർ അറ്റ് ലാർജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഒക്ടോബർ 2023 മുതൽ ഫെബ്രുവരി 2025 വരെ എഡിറ്റർ അറ്റ് ലാർജ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിലധികം 1.25 വർഷം പണിയൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. ആ കാലത്ത് എനിക്ക് ഒരു മാസത്തിലൊരു കോളം എഴുതുക മാത്രം. പിന്നെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ള. പക്ഷേ പ്രിൻ്റ് മാധ്യമങ്ങളിലൊന്നും വലുതായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ട്രെയിനിങ് എന്നുള്ളൊരു ജോലി എനിക്ക് ഇല്ലായിരുന്നു. ഒരു മാസത്തിലൊരു കോളം എന്ന് പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ ഒരു ദിവസം നമുക്ക് എഴുതാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. അപ്പം പ്രൊഫഷണലി അത് വളരെ തീർച്ചയായിട്ടും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു. കാര്യം ചുമ്മാ ഇരുന്ന് നമ്മൾ പണിയെടുക്കാതെ ശമ്പളം വാങ്ങിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞൊരു സുഖമുള്ളൊരു ഏർപ്പാടല്ല. പക്ഷേ വ്യക്തിപരമായ രീതിയിൽ എനിക്കൊരു ഫ്രീ ഹോളിഡേ എന്ന രീതിയിൽ ഉണ്ട്. പക്ഷേ നമ്മളൊരിക്കലും അത് എൻജോയ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷേ അന്ന് സമ്മർദ്ദങ്ങളും മറ്റു കാര്യങ്ങളുമില്ല, വളരെ ഫ്രീ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ ആ സമയത്ത്, കാര്യം അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ കൽക്കട്ടയിൽ നിന്നിട്ട് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിലോട്ട് ഞാൻ 89 കേരളം വിട്ടതാണ്. അതിനുശേഷം പിന്നെ കൂടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരുന്നില്ല. അതിനുശേഷം തുടർച്ചയായിട്ട് നിൽക്കുന്നത് ഈ സമയത്താണ്.